ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം തുടർ നടപടികൾ എടുക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ച WCC ഇന്ന് WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു. SIT അന്വേഷണത്തിൽ മുഖ്യമന്ത്രിയോട് ആശങ്ക അറിയിക്കുകയായിരുന്നു WCC അംഗങ്ങൾ. സിനിമാ നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഒരു തരത്തിലും മൊഴി നൽകിയ സ്ത്രീകളുടെ പേരുകൾ പുറത്തു പോകരുതെന്നും മുഖ്യമന്ത്രിയോട് WCC അറിയിച്ചിട്ടുണ്ട്. പ്രതികരണത്തിലേക്ക് ആദ്യം. ഞങ്ങൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. മെയിൻലി നമുക്ക് ഈ SIT കാര്യത്തില് ഈ SIT നടപ്പിന്റെ കാര്യത്തില് നമുക്ക് തിരി ഡൗട്ട്സ് ഉണ്ട്. അതെങ്ങനെ പോന്ന്, സ്ത്രീകളെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല, സ്ത്രീകളുടെ പ്രിവസി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം. പിന്നെ ഒരു സ്ത്രീക്ക് അത് മുമ്പോട്ട് കൊണ്ടുപോകണ്ടെന്ന് വെച്ച് അത് കൊണ്ടുപോകേണ്ട കാര്യമില്ല. SIT ഹാസ് ടു ആൻഡ് ടേംസ് ഓഫ് റെഫറൻസ് ഓഫ് SIT ഇങ്ങനത്തെ കാര്യങ്ങളാണ് SIT കാര്യം ഞങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തെ ഈ പോഷ് ഇംപ്ലിമെന്റേഷന്റെ കാര്യം ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അതിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റി എങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആക്കാൻ പറ്റും അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ ഹേമ കമ്മിറ്റിയില് വേറെ കുറെ കാര്യങ്ങളുണ്ട്, അതും വന്നു. എങ്ങനെ നടപ്പിലാക്കും, ഈ സിനിമ പോളിസിയില് സ്ത്രീകളുടെ വ്യൂ പോയിന്റ് ഉറപ്പായിട്ട് വരണം, ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. ഈ മെയിൻലി ഈ കാര്യങ്ങളാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും അഷുറൻസ് തന്നോ മാം? എന്താണ് എങ്ങനെ എല്ലാത്തിന്റെ അഷുറൻസ്? ഓക്കെ 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 താങ്ക് യു. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം WCC അംഗമായ ബീന പോളിന്റെ പ്രതികരണമാണ് കേട്ടത്. മുഖ്യമന്ത്രിയിൽ നിന്ന് ഉറപ്പ് കിട്ടിയെന്ന് ബീന പോൾ പറയുകയാണ്. SIT അന്വേഷണത്തിലുള്ള ആശങ്ക WCC അംഗങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം SIT അന്വേഷണം നേരായ രീതിയിൽ തന്നെ പോകണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകുവാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇന്നലെയാണ് ഹൈക്കോടതിയിൽ നിന്നുള്ള വിമർശനങ്ങൾ സർക്കാർ നേരിട്ടത്. അതിന് പിന്നാലെയാണ് WCC അംഗങ്ങളുടെ കൂടിക്കാഴ്ച. ഡാൻ കുര്യൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, എന്തെങ്കിലും അപ്ഡേറ്റ് ഇക്കാര്യത്തിൽ നൽകുവാനുണ്ടോ? ഇപ്പോൾ SIT അന്വേഷണം വന്നിട്ടുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കുറേയേറെ നടികൾ പരസ്യമായിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴാണ്. അതല്ലാതെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളുടെ പേരിൽ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചതല്ല. പക്ഷേ ഇന്നലെ ഹൈക്കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം അക്കാര്യങ്ങളും പരിഗണിക്കണം, പ്രത്യേക അന്വേഷണ സംഘം എന്നാണ്. അപ്പോൾ എന്താണ് ഇക്കാര്യത്തിൽ WCCയുടെ അതൃപ്തി? അന്വേഷണം മുന്നോട്ട് പോകുന്നത് ശരിയായ രീതിയിൽ അല്ല എന്നുള്ളതാണോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ബംഗാളി നടിയുടെ ഭാഗത്ത് നിന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ പരാമർശങ്ങളുണ്ടാകുന്നു. സ്വാഭാവികമായി അതേസമയം തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ യുവനടി പരാതിയുമായി രംഗത്തെത്തുന്ന പശ്ചാത്തലം സ്വാഭാവികമായി അത് വലിയ തരത്തിൽ ചലച്ചിത്ര മേഖലയെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലേക്ക് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖ് രാജിവെക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെക്കുന്നു. പിന്നീട് സമ്മർദ്ദങ്ങൾക്ക് സഹിക്കവയ്യാതെ അമ്മ ഭാരവാഹികൾ മുഴുവൻ രാജിവെച്ചൊഴിയുന്ന തരത്തിലേക്ക് ഈ പ്രതിസന്ധി കൊണ്ടുചെന്നെത്തിച്ചു. അതിനു പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉയർന്നുകേട്ട പരാതികളിൽ ഗൌരവതരമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷ് മേൽനോട്ടം വഹിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കുന്നത്. സ്വാഭാവികമായി ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായിട്ട് WCC അംഗങ്ങൾ നടത്തിയ കൂടിക്കാഴ്ചയിൽ പ്രധാനമായി ഉയർന്നിരിക്കുന്ന ആശങ്ക ഈ പരാതിയുമായി രംഗത്തെത്തുന്ന നടിമാരുടെ, പ്രത്യേകിച്ച് മൊഴി നൽകുന്ന നടിമാരുടെ സ്വകാര്യത അല്ലെങ്കിൽ പേര് വിവരം, അവരുടെ ഐഡന്റിറ്റി കൃത്യമായി മറച്ചുവെക്കണം. അത് ഒരു തരത്തിലും പുറത്തു പോകാൻ പാടില്ല. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ കാര്യത്തിൽ തന്നെയായിരുന്നു അവർക്ക് ആശങ്കകൾ നിലനിന്നിരുന്നതും. അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരണങ്ങൾ നടത്തിയവരടക്കം WCC അംഗങ്ങളടക്കം ആ കാര്യം തന്നെയാണ് വിശദീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെ ഉണ്ടായിട്ടുള്ള പരാമർശങ്ങൾ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള തുടർ നടപടികളാണ് സ്വീകരിച്ചത് എന്ന കാര്യം വലിയ തരത്തിലുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വെല്ലുവിളിയായി സർക്കാർ ഇടപെടുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട WCC അംഗങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന WCC അംഗമായ ആശ ജോസഫ് തത്സമയം ചേരുകയാണ്. ശ്രീമതി ആശ ജോസഫ്, എന്താണ് മുഖ്യമന്ത്രിയോട് നിങ്ങൾ സംസാരിച്ചത്? എന്തായിരുന്നു ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? പ്രധാനമായിട്ടും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം സംഭവിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് ആ കമ്മിറ്റിയോട് സംസാരിച്ച
സ്ത്രീകൾക്ക് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി ഒന്ന് അറിയിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ഉദ്ദേശമായിരുന്നു. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്തത്. കാരണം നമ്മൾ ഇതിനു മുമ്പ് ഈ റിപ്പോർട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്ത്രീകളൊക്കെ പലരും അവരവരുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നവരാ. അതായത് സാധാരണ ജീവിതം നയിക്കാനായിട്ട് അവരെ പിന്നെ തടസ്സപ്പെടുത്താൻ പാടില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വരുന്നത് കൊണ്ട് നമ്മൾ അതൊന്ന് അറിയിക്കണം ഉണ്ടായിരുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത് നമ്മൾ എങ്ങനെയാണ് ഈ റിപ്പോർട്ടിന് ഇപ്പോ സാധാരണ സെക്ഷൽ ഹാരസ്മെന്റ് അല്ലാത്ത മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ട് വളരെ ഗൗരവമായ പഠനം നമ്മൾ നടത്തിയിട്ടുള്ളതിൽ വളരെ അടിയന്തരമായ സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിനനുസരിച്ച് ഗവൺമെന്റ് വർക്ക് ചെയ്യാൻ സന്നദ്ധമായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് എന്ന് അദ്ദേഹം നമ്മളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കണം എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണല്ലോ. അതിൽ എന്തെങ്കിലും കാര്യങ്ങൾ WCC അറിയിച്ചിട്ടുണ്ടോ? ഉടൻ അത്തരം ട്രൈബ്യൂണൽ വേണമെന്നോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമല്ല. അതായത് നമ്മൾ WCC ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ പല എല്ലാ ദിവസവും നമ്മൾ ഓരോ ഘട്ടങ്ങളായിട്ട് നമ്മൾ റിവീൽ ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മുടെ പഠനത്തിന്റെ ഔട്ട്കം എന്താണെന്നുള്ളത് നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആ ലിസ്റ്റാണ് നമ്മൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ലിസ്റ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ട്രൈബ്യൂണൽ എന്ന് പറയുന്നതൊക്കെ കുറച്ചുകൂടി സമയമെടുത്ത് ഗവൺമെന്റ് ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ. അതിനെക്കുറിച്ചിട്ടല്ല, അടിയന്തരമായിട്ട് ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്നുള്ളത്, ഇപ്പോൾ SIT രൂപീകരിച്ചിട്ടുണ്ടല്ലോ, അതിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴികൾ നൽകിയ ആളുകളുടെ അവരുടെ പരാതികളും കൂടി പരിഗണിച്ചുകൊണ്ട് SITയുടെ അന്വേഷണം പോകണമെന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. WCC എന്താണ് ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്? SIT അന്വേഷണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണമെന്നാണ്? ഇതേക്കുറിച്ച് എന്തെങ്കിലും മുഖ്യമന്ത്രിയോട് സംസാരിക്കുകയുണ്ടായോ? അത് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ഗവൺമെന്റും കോടതിയും ഇപ്പൊ അതിൽ ഇടപെടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് നിയമപരമായ കാര്യങ്ങളും ഗവൺമെന്റ് പരമായ കാര്യങ്ങളും അങ്ങനെ നടത്തും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ തീർച്ചയായിട്ടും ഇത്രയും ധീരമായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ച സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അവരെ അറിയിക്കാൻ മാത്രമേ ചെയ്തുള്ളൂ. അതാണ് നമ്മൾ ചെയ്തത്. അതായത് അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടോ WCCക്ക്? സംരക്ഷിക്കപ്പെടുന്നില്ല എന്നല്ല, പക്ഷെ ആ സ്ത്രീകൾക്ക് വളരെ ഗൗരവമായ കൃത്യമായ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവണം. അവർക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ അവരുടെ പരാതികൾ നിലനിൽക്കുകയും വേണം. അതിൽ കൂടുതലോ കുറവോ ഒന്നും പാടില്ല. അവരുടെ ഒരു തീരുമാനമാണ് എങ്ങനെയാണ് പരാതികൾ എന്നുള്ളത്. അപ്പൊ അത് ഗവൺമെന്റും അതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അല്ല, അത് ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ അവർക്ക് ഇനിയും അവരുടെ ഈ പരാതിയുമായി മുന്നോട്ട് പോകുവാനുള്ള അവസരം ഉണ്ടാക്കണം, ഇല്ലേ? അതല്ലേ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യരുത്. അങ്ങനെയല്ലല്ലോ. സ്ത്രീകൾ എന്തിനാണോ ഈ പറയുന്ന പരാതി അല്ലല്ലോ റിപ്പോർട്ടിൽ കൊടുത്തത്, അവർ മൊഴിയാണ് കൊടുത്തത്. അത് പിന്നെ ഈ റിപ്പോർട്ട് പഠനത്തിന് വേണ്ടി കൊടുത്തതാണ്. അപ്പൊ പഠനത്തിനല്ലാതെ അതിന് മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ മൊഴി കൊടുത്ത സ്ത്രീയുടെ അനുവാദമില്ലാതെ അതിന് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ രീതിയിൽ ഗവൺമെന്റ് അത് പരിഗണിക്കും, അത് കൃത്യമായി അത് ശ്രദ്ധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശരി, നന്ദി. ഡോക്ടർ ആശ ആച്ചി ജോസഫ്. WCC അംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. ഡോക്ടർ ആശ ആച്ചി ജോസഫും അവരോടൊപ്പം ഉണ്ടായിരുന്നു. റിമ കല്ലിങ്കലിന്റെ പ്രതികരണവും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. അവരുടെ പ്രതികരണത്തിലേക്ക്. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞു തന്നെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്. നമുക്ക് മുന്നോട്ട് എന്ത് ചെയ്യാൻ കഴിയും, എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒരുമിച്ച്, ഗവൺമെന്റ് ഒരുമിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുന്നത്. മുന്നോട്ടാണ്, സൊല്യൂഷൻ ബേസ്ഡ് ആണ്. താങ്ക് യു. WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് പ്രധാനമായും ചർച്ചയായത്. WCCയുടെ ആശങ്കകൾ അത് പരിഹരിക്കും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ അറിയിച്ചത് എന്ന് WCC അംഗങ്ങൾ തന്നെ പറയുകയാണ്. ബീന പോളും ഡോക്ടർ ആശ ആച്ചി ജോസഫും റിമ കല്ലിങ്കലും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന നടപടികളുമായിട്ട് തന്നെ അതോടൊപ്പം സിനിമാ സെറ്റുകളിൽ
കൃത്യമായിട്ടും സ്ത്രീകൾക്ക് സുരക്ഷ ഏർപ്പെടുത്തണം. ഇക്കാര്യത്തിലുള്ള നിർദ്ദേശങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം എന്ന് തന്നെയാണ് WCC ആവശ്യപ്പെട്ടത്. കുറച്ച് ദിവസങ്ങളായി WCC ഇക്കാര്യത്തിൽ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഉന്നയിച്ചു വരികയാണ്. ആ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. WCCയുടെ ആശങ്കകൾ അറിയിക്കുകയുണ്ടായി. WCCയുടെ ആശങ്കകൾ മുഖ്യമന്ത്രി കേട്ടു. അതിൽ ഒരു ഉറപ്പും മുഖ്യമന്ത്രി നൽകുകയുണ്ടായി. 15 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു സെക്രട്ടേറിയറ്റിൽ. WCC അംഗങ്ങൾ ഇങ്ങനെ മുഖ്യമന്ത്രിയെ കാണുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിരുന്നു. അതോടൊപ്പം തന്നെ സ്വകാര്യത മാനിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു, ഈ മൊഴി കൊടുത്തവരുടെ എന്ന രീതിയിലുള്ള ആശങ്ക WCCക്ക് ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ അറിയിക്കുകയാണ് WCC അംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നടത്തിയത്. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാൻ, ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് പറയുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ മൊഴി കൊടുക്കാൻ എല്ലാവരും തയ്യാറാവുകയില്ല. പക്ഷേ അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു കാര്യവും അതും WCC ഉയർത്തിയിട്ടുണ്ടെന്നാണ് അല്ലേ? തീർച്ചയായിട്ടും ഈ പരാതിയുമായി എല്ലാവരും രംഗത്ത് വരാൻ ധൈര്യപ്പെടാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവരുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നു. അവരുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൊതുവിൽ ചർച്ചയായി മാറുന്നു. അതിൽ ആശങ്ക പൂണ്ട് ഔദ്യോഗികമായ പരാതിയുമായി രംഗത്ത് വരാത്തതുകൊണ്ട് അത് തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേണായി മാറുന്നതും. ആ പശ്ചാത്തലത്തിലാണ് ഈ മൊഴി കൊടുക്കാൻ എത്തുന്നവരുടെ സ്വകാര്യത അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കണമെന്നൊരു നിലപാടിലേക്ക് ഈ താരങ്ങളൊക്കെ WCC അങ്ങനെ ഒരു നിലപാട് മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നതിന് പിന്നിലും എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. നിലവിലെ പശ്ചാത്തലത്തിൽ കോടതിയുടെ ഭാഗത്തുനിന്നുകൂടി ഇങ്ങനെയൊരു പരാമർശം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ WCC അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അവർ മുമ്പോട്ട് വെച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ആശങ്കകളും അത് ഗൌരവതരമായി തന്നെ സർക്കാർ പരിഗണിക്കും. മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്ന ADGP ക്രൈംബ്രാഞ്ച് H വെങ്കടേശനെ കൂടി അറിയിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും എന്നോടൊപ്പം VV അരുൺ കൂടി ചേരുന്നു. സ്വാഭാവികമായി 3 പ്രധാനപ്പെട്ട ആശങ്കകൾ ആണ് മുഖ്യമന്ത്രി അവർ അറിയിച്ചതെന്നാണ് ഈ WCC അംഗങ്ങൾ വ്യക്തമാക്കിയത്. അതിന്റെ വിശദാംശങ്ങൾ അരുൺ തന്നെ പങ്കുവെക്കും. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് WCCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയും അവരുടെ പ്രധാന നിവേദനവും മൊഴി നൽകിയവരുടെ പേരുകൾ, അതായത് ഇരകളുടെ പേരുകൾ പുറത്തു പോകരുത്, ഒരു കാരണവശാലും പുറത്തു പോകരുതെന്നാണ് അവരുടെ പ്രധാന ആവശ്യം. അതായത് ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ മൊഴികൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കണം. ഇതാണ് മുഖ്യമന്ത്രിയോട് അവർ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, സിനിമാ നയരൂപീകരണ സമിതി ഇപ്പോൾ ആദ്യ യോഗം കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ചേർന്നിരുന്നു. നയം രൂപീകരിക്കുമ്പോൾ അവിടെ സ്ത്രീപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കണം, ആ ആവശ്യം അവർ മുന്നോട്ട് വച്ചു. മറ്റൊന്ന്, സിനിമാ സെറ്റുകളിൽ പോസ്റ്റ് നിയമം നടപ്പിലാക്കണമെന്ന ആവശ്യം അവർ ഉന്നയിച്ചു. അതും അവർ ഈ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട കാര്യം SITയുടെ ഇപ്പോഴത്തെ പോക്കിൽ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം വന്ന വെളിപ്പെടുത്തൽ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയായ ദിശയിലാണെന്ന സംശയം, ആശങ്കയും അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പൂർണ്ണമായ ഉറപ്പ്, എല്ലാം കൃത്യമായി നടക്കുമെന്ന ഉറപ്പ് WCC നൽകിയതായാണ് അവർ വ്യക്തമാക്കുന്നത്. ഡാൻ, സ്വാഭാവികമായി ഈ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി അവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലുള്ള തുടർ നടപടികൾ ഇനി സ്വീകരിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണാനുള്ളത്. ശരി, ഡാൻ, VV അരുൺ എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ